നടി രശ്മിക മന്ദനയ്ക്കെതിരായ ഡീപ് ഫേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത 4 പ്രതികളെ തിരിച്ചറിഞ്ഞതായി ഡൽഹി പോലീസ്. ഇവരെ കസ്റ്റഡിയിലെടുത്തതായും സൂചന. വീഡിയോ നിർമ്മിച്ചവർക്കായി തെരച്ചിൽ തുടരുന്നതായും പോലീസ് അറിയിച്ചു. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരവിന്ദ്, ഡൽഹി പോലീസിന്റെ അന്വേഷണം എവിടം വരെയായി? ഇപ്പോൾ 4 പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അവരാരൊക്കെയാണ്? പാരിച്ച കഴിഞ്ഞ മാസമാണ് നടി രശ്മിക മന്ദാനയ്ക്കെതിരായ ഡീപ് ഫേക്ക് വീഡിയോ പുറത്തു വന്നത്. തുടർന്ന് ഡൽഹി പോലീസിൽ നടി തന്നെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞതായി ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ എടുത്തുനിന്ന് ഡൽഹി പോലീസ് സൂചന നൽകുന്നുണ്ട്. പക്ഷേ ഇവർ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ എവിടെ നിന്നുള്ളവരാണെന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ വീഡിയോ നിർമ്മിച്ചവരെ തിരയുന്നെന്നും അവരെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ മാസം തന്നെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുകയും ഈ ഡീപ് ഫേക്ക് വീഡിയോക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുപോലെ തന്നെ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ കമ്പനികളുടെ പ്രതിനിധികൾ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പായിരുന്നു കേന്ദ്ര മന്ത്രാലയം നൽകിയത്. ഇത്തരത്തിൽ ഈ വീഡിയോ നിർമ്മിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്ര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഡൽഹി പോലീസ് ഇതിൽ അന്വേഷണം ശക്തമാക്കുകയും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത 4 പേരെ തിരിച്ചറിഞ്ഞുവെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ നിർമ്മിച്ചവരെ തിരയുന്നെന്നും ഇവരെ ഉടൻ തന്നെ പിടികൂടുമെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാരിഷ. ശരി അരവിന്ദ്, ഏതായാലും ഈ വീഡിയോ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്ത 4 പ്രതികളെ തിരിച്ചറിഞ്ഞതായിട്ടാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ വീഡിയോ നിർമ്മിച്ചവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. സർക്കാർ നൽകുന്ന അപ്പീലിൽ കക്ഷി ചേരുന്നതിനൊപ്പം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും നൽകും. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയായ അർജുനെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ വിധിയിൽ അപ്പീൽ നൽകുന്നതിന് മുമ്പായാണ് ഇരയുടെ കുടുംബം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അടുത്ത ദിവസം തന്നെ അപ്പീൽ നൽകാനാണ് നീക്കം. കുട്ടി പീഡനത്തിനിരയായെന്ന് കോടതി കണ്ടെത്തിയിട്ടും വിധിയിൽ തുടർ നടപടി സംബന്ധിച്ച് പരാമർശമില്ലാത്ത കാര്യം കുടുംബം സൂചിപ്പിക്കും. വിധി റദ്ദു ചെയ്യണമെന്നും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തണമെന്ന ആവശ്യവും ഉന്നയിക്കും. ഈ FIR നിലനിർത്തിക്കൊണ്ട് വീണ്ടും കേസിന് പോകണമെന്നാണ്. ഇപ്പോൾ നാളെ നമ്മൾ വരാനായിട്ട് സർക്കാർ നിയമിച്ചിരിക്കുന്ന വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്, പ്രോസിക്യൂട്ടറിനെ. അപ്പോൾ അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ്, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ SC/ST അട്രോസിറ്റി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു നമുക്ക് വക്കാലത്ത് വക്കീലും കൂടെ അതിൻ്റെ അകത്ത് പങ്കുചേരാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ തീരുമാനം കൂടെ പൂർത്തിയായിട്ടില്ല, അതും കൂടെ തീരുമാനിക്കണം ഇനിയുണ്ട്. കേസിന്റെ നടത്തിപ്പിനായി സ്വന്തം നിലയിൽ അഭിഭാഷകനെ വെക്കാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് KPCC നിർദ്ദേശപ്രകാരം അഭിഭാഷക കോൺഗ്രസും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകും. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിവരശേഖരണം തുടങ്ങി. ഇതിനിടെ നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. മീഡിയ 1 ഇടുക്കി.